സെഖരിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 13-ാമത്തെ വചനം. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിപ്പീൻ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനതയോട്, ശപിക്കപ്പെട്ട് കിടക്കുന്ന ജനതയോട് സെഖരിയ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായി വായിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ വചനത്തിൽ നിന്ന് നിങ്ങളുള്ള സന്ദേശം എന്താണ്? ചിലരുടെ ജീവിതം എക്കാലവും ശപിക്കപ്പെട്ട ജീവിതമാണ്. ചിലരുടെ ജീവിതം എക്കാലവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ജീവിതം ശപിക്കപ്പെട്ടത് കൊണ്ട് എങ്ങനെയാലും ജീവിതം ഒടുക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നിരാശ മനസ്സിനെ കയറി പിടിച്ചിട്ട്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം നിന്നെ കുഴപ്പിച്ചിട്ട് ഇനിയും അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം, ജീവിതം അവസാനിപ്പിച്ചേക്കാം, ജീവിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികളോടുള്ള ദൈവത്തിന്റെ ദൂത് പറയാം. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ദേശത്ത് ശാപമായോ, ആ നിങ്ങളെ ദൈവം രക്ഷിച്ചിട്ട് നിങ്ങൾ ശാപമായി തീർന്നത് പോലെ തന്നെ നിങ്ങളുടെ ദേശത്ത് അനുഗ്രഹമായി തീരും. എന്താണ് ഈ വചനത്തിലെ ആത്മീക സന്ദേശം എന്ന് ചോദിച്ചാൽ, ഏതു സ്ഥലത്ത് ശപിക്കപ്പെട്ടവനായി ജീവിച്ചോ അതേ സ്ഥലത്ത് നിന്നെ അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതിന്റെ നടുവിൽ ഒരു കാര്യം നടക്കണം. ശാപത്തിനും അനുഗ്രഹത്തിനും നടുവിൽ ദൈവം നിങ്ങളെ രക്ഷിക്കണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ജീവിതം താളം തെറ്റിപ്പോയവരോട് ഞാൻ പറയാം, നിരാശപ്പെടണ്ട. ശപിക്കപ്പെട്ട് കിടക്കുന്ന പോലെ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ദൈവം നിങ്ങളെ രക്ഷിക്കണം. എന്നിട്ട് താഴെ പ്രവാചകൻ പറയുക, നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യത്തോടിരിപ്പീൻ. ഇന്നീ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതെല്ലാം ക്യാൻസൽ ചെയ്യണം. നിങ്ങൾ അസ്തമിക്കാൻ പോവുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തുടക്കം തരാൻ പോവുക. എങ്ങനെ ശപിക്കപ്പെട്ടോ അങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആ കരൻ നെഞ്ചത്തോട്ട് വെച്ചൊന്ന് പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദൈവം എന്നെ രക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ശപിക്കപ്പെട്ട് കിടക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക, ശപിക്കപ്പെട്ടതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവർ ശപിക്കപ്പെട്ടവരായി ജീവിക്കാതെ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാൻ കൃപ തരണം കർത്താവേ. ദൈവം അവരെ രക്ഷിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ നാളുകളിൽ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. God bless you.